ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മൈ സ്റ്റാൻഡ് എന്ന് പറഞ്ഞ സീരീസിൻ്റെ 3ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് മിങ് ജോയുടെ കൂടെ അവൻ്റെ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ അവന് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാനായിട്ടും പിന്നെ ഒന്ന് കറങ്ങാനായിട്ടൊക്കെ ജോയും മിങ്ങും പുറത്തേക്ക് പോകുന്നതാണ്. അവർ ഫുൾ അടിച്ചു പൊളിച്ച് നടക്കുകയാണ്. ആ സമയം ജോ വോയിസ് ഓവറായിട്ട് ഇങ്ങനെയൊക്കെ നടക്കുമെന്നും മിങ്ങിൻ്റെ കൂടെ പുറത്തേക്ക് കറങ്ങാൻ പോകാൻ പറ്റുമെന്നും ഞാൻ ഒട്ടും വിചാരിച്ചതല്ല. ഞാനിപ്പോൾ ഒരുപാട് ഹാപ്പിയാണ്. ഈ സന്തോഷം ഒരുപാട് കാലം നീണ്ടു പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇതൊരു സ്വപ്നമായിരുന്നെങ്കിൽ ഇതായിരിക്കും എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വപ്നം എന്നൊക്കെ പറയാണ്. അതിനുശേഷം മിങ്ങും ജോയും ഓരോ സാധനങ്ങൾ വാങ്ങാനായിട്ട് നോക്കുകയാണ്. ജോ ആ സമയം കപ്പിൾസിന് യൂസ് ചെയ്യാൻ പറ്റിയ 2 കോഫി കപ്പ് ഇരിക്കുന്നത് കാണാണ്. ഇത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ജോ ആ കപ്പ് എടുത്ത് മിങ്ങിനെ കാണിച്ചിട്ട്, ഈ കപ്പിൾസ് കപ്പ് ഞാൻ ഉപയോഗിക്കണമെന്ന് മുമ്പേ ആഗ്രഹിച്ചിരുന്നതാണ്, പക്ഷെ അന്ന് എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല, ഇപ്പം നീയുണ്ട്, നമുക്കിത് വാങ്ങിച്ചാലോ എന്ന് ചോദിക്കുകയാണ്. മിങ്ങപ്പോൾ നമ്മൾ കപ്പിൾസാണെന്ന് നിന്നോട് ആരാ പറഞ്ഞേ, നമ്മൾ ഒരുമിച്ച് താമസിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് സീരിയസ് ആയിട്ട് പറയാണ്. ഇതായിട്ട് ജോയ്ക്ക് ഒരുപാട് വിഷമാവുകയാണ്. അവനങ്ങനെ ആ കപ്പ് അവിടെ വെച്ചിട്ട് നമുക്ക് അടുത്ത സാധനം നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് നടന്നു പോവാണ്. മിങ് ജോയ്ക്ക് വിഷമമായ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. മിങ് അങ്ങനെ ആ കപ്പ് എടുത്തിട്ട് വാങ്ങാനായിട്ട് നിൽക്കുകയാണ്. ആ ടൈമിന് അവിടെ ബില്ലിടാനായിട്ട് നിന്ന പെൺകുട്ടി മിങ്ങിൻ്റെ അടുത്ത്, വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കപ്പിൽ നിങ്ങളുടെയും നിങ്ങളുടെ ലവറിൻ്റെയും പേര് ഞങ്ങൾ എഴുതി തരുന്നതാണെന്നും പറയാണ്. പിന്നീട് കാണിക്കുന്നത് തിരിച്ച് വീട്ടിൽ വന്നിട്ട് ജോ വാങ്ങിച്ച സാധനങ്ങളെല്ലാം എടുത്തു വയ്ക്കുന്നതാണ്. ഹെൽപ്പ് ചെയ്യാനായിട്ട് മിങ്ങിനെ വിളിച്ചിട്ടുണ്ട്. മിങ് ജോയുടെ അടുത്ത് വന്നപ്പോൾ ജോ വാങ്ങിച്ച ഓരോ സാധനം എടുത്ത് മിങ്ങിനെ കാണിച്ചു കൊടുക്കുകയാണ്. ഒരേപോലെയുള്ള ഫുഡ് കഴിക്കാനായിട്ട് 2 ബൗള്, 2 പേരുടെയും പേരെഴുതിയിട്ടില്ല പില്ലോ കവറ്, അതെല്ലാം ഇങ്ങനെ ജോ എടുത്ത് മിങ്ങിനെ കാണിക്കുകയാണ്. എന്നിട്ട് ജോ ഒരു വൗച്ചർ എടുത്തിട്ട് ഇത് പോകാൻ നേരത്ത് അവരെനിക്ക് തന്നതാണെന്ന് പറഞ്ഞിട്ട് മിങ്ങിനെ കാണിക്കുകയാണ്. അത് അകാരായോട്ട ഗ്രൂപ്പ്സിൻ്റെ ഒരു വൗച്ചറായിരുന്നു. അകാരായോട്ട ഗ്രൂപ്പ്സ് വീടും ഫ്ലാറ്റും ഒക്കെ സെല്ല് ചെയ്യുന്ന ഒരു വലിയ ബിസിനസ് ഗ്രൂപ്പാണ്. നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടാവും, ഓരോ സ്ഥലങ്ങളിൽ വില്ല, ഫ്ലാറ്റ്, അപ്പാർട്ട്മെൻറ്റ് ഒക്കെ ഇതുപോലെ ഗ്രൂപ്പ്സ് തന്നെ നിർമ്മിക്കും, എന്നിട്ട് അത് ലക്ഷങ്ങൾക്ക് വിൽക്കും. അതുപോലെയുള്ളൊരു ഗ്രൂപ്പ് എന്തോ ആണിത്, കറക്റ്റ് അറിയില്ല, അതിനെക്കുറിച്ച് ഇവരൊന്നും തന്നെ പറയുന്നില്ല. അങ്ങനെ മിങ് ജോയുടെ കയ്യിൽ നിന്ന് ആ വൗച്ചർ വാങ്ങിച്ച് നോക്കുകയാണ്. ജോ ആ സമയം ഈ വീട് പഴയതായി, പുതിയൊന്ന് വാങ്ങണം, മിങ്ങിന് എങ്ങനത്തെ വീടാണ് ഇഷ്ടമെന്ന് ചോദിച്ചിട്ട് ജോ നടന്നു പോവാണ്. ഇതേ സമയം മിങ് ആ അകാരായോട്ട ഗ്രൂപ്പ്സിൻ്റെ വൗച്ചർ കണ്ടപ്പോൾ തൊട്ടേ എന്തോ ആലോചിച്ചിട്ട് ദേഷ്യത്തിൽ നിൽക്കായിരുന്നു. ജോ അവിടെ നിന്ന് മാറി ഉടനെ തന്നെ മിങ് ആ വൗച്ചറിനെ ജോ കാണാതെ ചുരുട്ടിക്കൂട്ടി മറ്റൊരിടത്തേക്ക് ഇടാണ്. അതിനുശേഷം ജോയുടെ അടുത്ത് ചെന്നിട്ട് എങ്ങനെയുള്ള വീടാണ് ഇഷ്ടമെന്ന് ചോദിച്ചതിന് മറുപടിയായിട്ട് ജോയിനെ ഹഗ് ചെയ്തുകൊണ്ട്, അങ്ങനെയൊന്നുമില്ല, വലിയൊരു ബെഡ് ഉണ്ടായിരുന്നാൽ മാത്രം മതിയെന്ന് പറയാണ്. എന്നിട്ട് ജോയിനെ ഹഗ് ചെയ്യുന്നത് വിടാതെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം മിങ് ചുരുട്ടിക്കൂട്ടി ആ ഒരു വൗച്ചർ കാണിച്ചുകൊണ്ട് ജോ പറഞ്ഞ മറ്റൊരു വോയിസ് ഓവർ കേൾപ്പിക്കുകയാണ്. ആ വൗച്ചർ ചുരുട്ടിക്കൂട്ടി വെച്ചിരുന്നത് ഞാൻ അന്ന് കണ്ടിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന്. അതിനുശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം ജോ ഷൂട്ടിംഗ് സെറ്റിൽ ഇമ്മിൻ്റെ അടുത്തിരിക്കുന്നതാണ്. ജോ ഇമ്മിനോട് ഞാൻ ക്രിപ്റ്റോയിൽ ജോയിൻ ചെയ്തു, അതിൽ നിന്ന് എക്സ്ട്രാ ക്യാഷ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് ജോയിൻ ചെയ്തതാണ്, ഇനി എത്ര കാലം സ്റ്റണ്ട് ചെയ്തുകൊണ്ട് നടക്കാൻ പറ്റുമെന്ന് അറിയത്തില്ലല്ലോ, ക്രിപ്റ്റോയിൽ ചേർന്നത് നല്ലതാണോ എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇമ്മതിന് എനിക്കറിയില്ല, ചിലപ്പോൾ സ്കാമേഴ്സ് ആയിരിക്കും, പറ്റിക്കപ്പെടാൻ ചാൻസ് ഉണ്ടെന്ന് പറയാണ്. ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് ഇവരുടെ അടുത്തായിട്ടൊരു പയ്യൻ ഇരിപ്പുണ്ടായിരുന്നു. അവൻ ജോയുടെ അടുത്ത്, എബ്രോഡിൽ നിന്നൊരു പുതിയ പ്രൊഡക്ഷൻ ടീം ഇവിടെ ഷൂട്ടിങ്ങിന് വരുന്നുണ്ട്, അവർക്കൊരു തായ് സ്റ്റണ്ട് മാനിന് ആവശ്യമുണ്ട്, നല്ല ക്യാഷ് കിട്ടുമെന്ന് ജോയോട് പറയാണ്. ജോ അത് കേട്ടിട്ട് ഓക്കെ എന്ന് പറയുന്നുണ്ട്. ഇവരുടെ അടുത്ത് തന്നെ ജോയും ഉണ്ടായിരുന്നു. ജോയുടെ അടുത്ത്, നീ അതിൽ ജോയിൻ ആവണ്ട, അവർ ലൈസൻസ് ഇല്ലാത്തൊരു പ്രൊഡക്ഷൻ ടീമാണ്, സ്റ്റണ്ട്മാനായിട്ട് നിൽക്കുന്ന ആൾക്ക് സ്റ്റണ്ട് സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പറ്റുകയോ മരിച്ചു പോവുകയോ ചെയ്താൽ പോലും ആ പ്രൊഡക്ഷൻ ടീം ഉത്തരവാദിത്തം ഏറ്റെടുക്കില്ല, അതുകൊണ്ട് നീ അതിൽ ജോയിൻ ആവണ്ടെന്ന് പറയാണ്. എന്നിട്ട് ജോയോട് ആ പ്രൊഡക്ഷൻ ടീമിനെ പറ്റി ആദ്യം പറഞ്ഞ ആ പയ്യനോട്, ജോ നിനക്ക് അതിനെക്കുറിച്ച് കറക്റ്റ് അറിയില്ലെങ്കിൽ പിന്നെ പറയാൻ പോകരുത്, മറ്റുള്ളവരെ കൊണ്ടുപോയി കൊടുക്കുകയൊന്നും ചെയ്യരുത്, നീ വെറുതെ ഇരിക്കുകയല്ലേ, വന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ട് ആ പയ്യനെ വർക്ക് ചെയ്യാനായിട്ട് വിളിക്കുകയാണ്. ആ സമയം ഒരാൾ വന്നിട്ട് ജോയോട് ഡയറക്ടർ നിന്നെ അന്വേഷിക്കുകയാണ്, അങ്ങോട്ടേക്ക് ചെല്ലാനായിട്ട് പറയാണ്. ജോ അങ്ങനെ ഡയറക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഡയറക്ടർ ജോയോട്, ടോങ്ങിനൊരു ഇവൻറ്റിന് പോകാനുണ്ട്, അതുകൊണ്ട് ഇനി ഷൂട്ട് ചെയ്യാൻ പോകുന്ന ഡാൻസ് സീന് ടോങ്ങിന് പകരം നീ അഭിനയിക്കണമെന്ന് പറയാണ്. ഇതായിട്ട് ടോങ്ങിൻ്റെ മാനേജർ, അതെങ്ങനെ പറ്റും, ഇതൊരു ഇമ്പോർട്ടൻറ്റ് സീനല്ലേ, ഓഡിയൻസ് ഈ ഡാൻസ് സീനിൽ ടോങ്ങിനെ കാണണമെന്നല്ലേ ആഗ്രഹിക്കുക, അപ്പോൾ പിന്നെ ഈ സീനിൽ ജോയെ അഭിനയിപ്പിച്ചാൽ എങ്ങനെ ശരിയാവും ചോദിക്കുകയാണ്. ഡയറക്ടർ അപ്പോൾ നായിക വെള്ളത്തിൽ വീഴുമ്പോൾ
അവളെ രക്ഷിക്കുന്നതും ഒരു ഇമ്പോർട്ടൻറ്റ് സീൻ ആയിരുന്നല്ലോ. എന്നിട്ട് അതിൽ ജോ അല്ലേ അഭിനയിച്ചത്, പിന്നെ ഇതിൽ അവ അഭിനയിച്ചാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുകയാണ് ജോ. അപ്പോൾ പക്ഷേ ഞാനത് ചെയ്താൽ ശരിയാവില്ല, എനിക്ക് സ്റ്റണ്ട് സീനും ഫൈറ്റ് സീനും മാത്രമേ ചെയ്യാൻ അറിയാവൂ എന്ന് പറയാണ് ഡയറക്ടർ. അപ്പോൾ നീ ടോങ്ങിൻ്റെ സ്റ്റാൻഡിനാണ്, അപ്പോൾ നിനക്ക് സ്റ്റണ്ട് സീൻ മാത്രമല്ല എല്ലാ സീനും ചെയ്യാൻ അറിഞ്ഞിരിക്കണമെന്ന് പറയാണ്. ആ സമയം ടോങ് ജോയുടെ അടുത്ത് ഈ സീൻ നന്നായിട്ട് ചെയ്യ് എന്ന് പറഞ്ഞിട്ട് ഷൂട്ടിംഗ് സെറ്റിൽ നിന്ന് പോവുകയാണ്. ടോങ്ങിനെന്തോ ഈ സീൻ ചെയ്യാൻ താല്പര്യമില്ല എന്നാണ് തോന്നുന്നത്. എന്നാൽ ടോങ്ങിൻ്റെ മാനേജറിന് ഇത് ടോങ്ങിനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണമെന്നാണ് ആഗ്രഹം. അങ്ങനെ ടോങ് പോയപ്പോൾ ടോങ്ങിൻ്റെ മാനേജറും പുറകെ പോയിട്ട് അവനെ മനസ്സ് മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അതിനുശേഷം ജോ ഇമ്മിനോട് സംസാരിക്കുകയാണ്. ജോ തനിക്ക് ഇത് ചെയ്യാൻ താല്പര്യമില്ലെന്നും താൻ ടോങ്ങിൻ്റെ സ്റ്റാൻഡിൻ മാത്രമാണെന്നും താൻ ഈ സീനിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ ടോങ്ങിൻ്റെ സീൻസ് താൻ തട്ടിയെടുക്കുകയാണെന്ന് മറ്റുള്ളവർ വിചാരിക്കും. അതുമാത്രമല്ല ഈ സീനിൽ ഞാൻ അഭിനയിച്ചിട്ട് അത് ശരിയായില്ലെങ്കിൽ അതിന് വഴക്ക് കേൾക്കണം. ഇനി ശരിയായ ഇതുപോലെ വല്ലതിനും അഭിനയിക്കേണ്ട ആവശ്യം വന്നാൽ അത് തന്നെ പിടിച്ച് ചെയ്യിപ്പിക്കും. പിന്നെ സ്റ്റണ്ട് വർക്കൊന്നും തനിക്ക് ചെയ്യാൻ കിട്ടിയില്ല എന്ന് വരും എന്നൊക്കെ പറയാണ്. ഇമ്മപ്പോൾ അതൊന്നും ഇപ്പോൾ ആലോചിക്കേണ്ട, നിനക്ക് കിട്ടിയ ചാൻസ് നീ യൂസ് ചെയ്യേ. ഭാഗ്യമുണ്ടെങ്കിൽ അത് ഹിറ്റായാൽ നീ പിന്നെ വെറും ഒരു സ്റ്റാൻഡിൻ മാത്രമായിരിക്കില്ല, പക്ഷെ ഒരു ആക്ടറും കൂടി ആവാൻ സാധ്യതയുണ്ടെന്ന് പറയാണ്. അതിനുശേഷം കാണിക്കുന്നത് ഷൂട്ടിംഗ് കഴിഞ്ഞ് ജോ തിരിച്ച് വീട്ടിലേക്ക് വരുന്നതാണ്. മിങ് ഓൾറെഡി ജോയെ വെയിറ്റ് ചെയ്ത് വീടിൻ്റെ പുറത്തിരിപ്പുണ്ടായിരുന്നു. ജോ വന്ന തന്നെ മിങ്ങിൻ്റെ അടുത്തിരുന്നിട്ട് തനിക്ക് ഒട്ടും ചെയ്യാൻ താല്പര്യമില്ലാത്ത സീനായിരുന്നു ഷൂട്ട് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ടോങ്ങിൻ്റെ സീൻ താൻ ചെയ്തതിനെ പറ്റി ജോ പറയാൻ പോകുമായിരുന്നു. ആ സമയം അങ്ങോട്ടേക്ക് ഉട്ട് വരുവാണ്. എന്നിട്ട് ജോയോട് ഇന്ന് വീട്ടിൽ കുറച്ച് അധികം ഫുഡ് റെഡിയാക്കി കുറച്ച് നിനക്ക് തരാമെന്ന് വിചാരിച്ചു, അത് തരാനായിട്ട് വന്നതാണെന്ന് പറയാണ്. ആ സമയം ഉട്ടും മിങ്ങിനെ ശ്രദ്ധിച്ചിട്ട് ജോയോട് നിനക്ക് ഓൾറെഡി ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് ഉട്ടും മിങ്ങും പരിചയപ്പെടുവാണ്. മിങ് എന്നിട്ട് ജോയ്ക്കും ഉട്ടിനും സംസാരിക്കാനായിട്ട് അവിടെ നിന്ന് മാറി വീടിൻ്റെ അകത്തേക്ക് കയറി പോവാണ്. ഉട്ടപ്പോൾ ജോയോട് മിങ് നിൻ്റെ ബോയ് ഫ്രണ്ട് ആണോ എന്ന് ചോദിക്കുകയാണ്. ജോ അപ്പോൾ ഇതുവരെ അല്ല, പക്ഷേ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുവാണെന്ന് പറയാണ് ഉട്ട് ജോയോട്. അപ്പോൾ മിങ്ങിൻ്റെ ഫാമിലിയെ പറ്റി ചോദിക്കുകയാണ് ജോ. അപ്പോൾ എനിക്കതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല, ഞാൻ അതിനെപ്പറ്റി അവനോട് ചോദിച്ചിട്ടില്ല എന്ന് പറയാണ്. എന്നിട്ട് ഉട്ടിനോട് എന്നോട് എന്തെങ്കിലും കാര്യം സംസാരിക്കാനായിട്ടാണോ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ജോ ചോദിക്കുകയാണ്. ഉട്ട് അതിന് അതേ ടോങ്ങിൻ്റെ സീൻ നീ അഭിനയിച്ചതിനെ പറ്റി സംസാരിക്കാൻ വന്നതാണ്. നീ ആ സീന് ചെയ്തതോടെ ടോങ്ങിൻ്റെ സ്റ്റാൻഡിന് അത് ചെയ്തു, ടോങ്ങിൻ്റെ ഇമ്പോർട്ടൻറ്റ് സീനായിരുന്നു അത് എന്നും പറഞ്ഞ് ഒരുപാട് പേര് വന്നു. അതുകൊണ്ട് തന്നെ നീ അഭിനയിച്ച ഡാൻസ് സീൻ സിനിമയിൽ നിന്ന് ഒഴിവാക്കി കളയും, അത് ഉൾപ്പെടുത്തില്ല. പകരം ആ സെയിം സീൻ ടോങ് തന്നെ അഭിനയിക്കും. ടോങ് അത് ചെയ്യാമെന്ന് പറഞ്ഞു. ആ സീൻ നീ ചെയ്തു എന്നും പറഞ്ഞ് ആരും നിന്നോട് പ്രശ്നത്തിന് വരില്ല, എല്ലാം ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ നീ അഭിനയിച്ച ആ സീൻ ഒഴിവാക്കിയതിൽ നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് ഉട്ട് ചോദിക്കുകയാണ്. ജോ അപ്പോൾ ഇല്ല, ഈ സീൻ ചെയ്യാൻ എനിക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല, ഞാൻ ഡയറക്ടറിനോട് ആ സീൻ താൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞതാണ്, പക്ഷേ ഡയറക്ടർ ഇത് കേട്ടില്ല എന്ന് പറയാണ്. ഉട്ടപ്പോൾ നീ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നീ അഭിനയിച്ച ആ ഒരു ക്ലിപ്പ് ഞാൻ കുറേ പ്രൊഡ്യൂസേഴ്സിന് അയച്ചു കൊടുത്തായിരുന്നു. അവരെല്ലാവരും നിൻ്റെ അഭിനയത്തിലുള്ള കഴിവ് കണ്ടിട്ട് ശരിക്കും അതിശയിച്ച് നിൽക്കുകയാണ്. ഞാനും ഞെട്ടിപ്പോയി, നിനക്ക് ഇത്രയും നന്നായിട്ട് അഭിനയിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. നിനക്ക് ആക്ടിങ്ങിൽ നല്ല കഴിവുണ്ട്, നിൻ്റെ കഴിവ് എല്ലാവരും കണ്ടെത്തിക്ക്, ഭാവിയിൽ നിനക്ക് അഭിനയിക്കാനായിട്ട് അവസരങ്ങൾ വരാൻ നല്ല സാധ്യതയുണ്ട്, നിനക്ക് എന്തെങ്കിലും മെയിൻ ക്യാരക്ടറായിട്ട് ഒരു ചാൻസ് വന്നിരിക്കും എന്ന് ഉട്ട് പറയാണ്. അതിനുശേഷം കാണിക്കുന്നത് നേരത്തെ ഉട്ട് കൊണ്ടുവന്ന ഫുഡ് ജോയും മിങ്ങും കഴിക്കാൻ തുടങ്ങുന്നതാണ്. ആ സമയം മിങ് ജോയോട് നീ ഇന്ന് ടോങ്ങിൻ്റെ സീന് അഭിനയിച്ചു എന്നുള്ള കാര്യം എന്നോട് എന്താ പറയാത്തതെന്ന് ചോദിക്കുകയാണ്. മിങ് അതെങ്ങനെയോ അറിഞ്ഞു. ജോ ആ സമയം പറയണമെന്ന് വിചാരിച്ചിരുന്നതാണ്, പക്ഷേ പറ്റിയില്ല. പിന്നെ എനിക്ക് നിൻ്റെ അടുത്ത് അത് പറയാനായിട്ട് ചെറിയൊരു മടിയുണ്ടായിരുന്നു, കാരണം നീയും ടോങ് നല്ല ക്ലോസ് അല്ലേ. അപ്പോൾ പിന്നെ ടോങ്ങിൻ്റെ സീന് ഞാൻ ചെയ്തെന്നറിഞ്ഞപ്പോഴത്തേക്കും നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ, നിനക്ക് എന്നോട് ദേഷ്യം തോന്നിയാലോ എന്ന് പറയാണ്. ആട്ടേനും മിങ് എനിക്കെന്തിനാ ദേഷ്യം തോന്നുന്നത്, എനിക്ക് അതിൻ്റെ ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല, കാരണം നീ ആ സീൻ അഭിനയിച്ചാൽ ഞാൻ ഹാപ്പിയാണെന്നൊക്കെ പറയാണ്. ആ ടൈമിന് ജോ ആണെങ്കിൽ അത് കേട്ടിട്ട് സന്തോഷിച്ചിട്ട് ആ ഒരു ഫുഡ് കഴിക്കുന്നുണ്ട്. ഈ ടൈമിൽ ജോ ആണെങ്കിൽ നേരത്തെ ഉട്ട് വന്നപ്പോൾ നിന്നെ കണ്ടിട്ട് നിന്നെ കാണാൻ നല്ല രസമുള്ളതുകൊണ്ട് തന്നെ സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് ഉണ്ടോ എങ്കിൽ ഉട്ടിൻ്റെ പ്രൊഡക്ഷൻ ടീമിൽ ചെന്ന് ജോയിൻ ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടു, നിനക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു എന്ന് പറയാണ്. ആ ടൈമിന് മിങ് എനിക്ക് അഭിനയിക്കുകയൊന്നും വേണ്ട, എനിക്ക് ഇങ്ങനെ സമാധാനത്തിലങ്ങ് ഇരുന്ന് പോയാൽ മതി എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ജോ ആണെങ്കിൽ എനിക്ക് തോന്നി നീ സമ്മതിക്കത്തില്ലായിരിക്കുമെന്ന്, പിന്നെ നമ്മുടെ ഷൂട്ടിങ് 2 ദിവസത്തിൽ കഴിയും, അതിൻ്റെ പാർട്ടി ഈ സാറ്റർഡേ ആണ്, ആ പാർട്ടിക്ക് ഉട്ട് ക്ഷണിച്ചിട്ടുണ്ട്, നിന്നെ ക്ഷണിച്ചു, നമുക്ക് പോയാലോ, നിനക്ക് ഇനിയിപ്പോൾ വരാൻ താല്പര്യമില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയാണ്. മിങ് ആ സമയം ആലോചിച്ചിട്ട് ഞാനും വരാം, നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറയാണ്. അങ്ങനെ ജോ ഇട്ടിട്ട് ഹാപ്പി ആകുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്ന പാർട്ടിയുടെ ഒരു ദിവസമാണ്. ഈ ഒരു ടൈമിന് എല്ലാവരും പാർട്ടിക്ക് ഇങ്ങനെ വന്നിരിപ്പുണ്ട്. ആ ഒരു ടൈമിന് ജോജോ ഒക്കെ ആണെങ്കിൽ എൻ്റെ പൊന്നെ അവസാനം ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും എൻജോയ് ചെയ്ത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ടൈം അങ്ങോട്ടേക്ക് മിങ്ങും ജോയും വരുന്നുണ്ട്. അങ്ങനെ വന്ന ടൈമിന് മിങ് ഞാൻ വാഷ്റൂമിൽ പോയിട്ട് വരാമെന്ന് പറയാണ്. അങ്ങനെ ജോ ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ഈ ഒരു ടൈമിന് നമ്മുടെ മിങ് ജോയുടെ കൂടെ വന്നത് ഇവരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജോജോ അതൊക്കെ ആരാൻ ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് മിങ് തന്നെ ഫ്രണ്ടാണെന്നൊക്കെ പറയാണ്. ആ ഒരു ടൈമിന് ജോജോ ആണെങ്കിൽ നീയാണെങ്കിൽ
ടോങ്ങിൻ്റെ ആ ഒരു ഡാൻസ് സീൻ അഭിനയിച്ചില്ലേ, ആ ഒരു സീനിൽ അഭിനയിച്ചിട്ട് പിന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായല്ലോ. ആ സീൻ അഭിനയിച്ച ശേഷം നീ ടോങ്ങിനോട് സംസാരിച്ചായിരുന്നോ? ടോങ് നിന്നോട് എന്താ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. ആ ടൈം അവനാണെങ്കിൽ ടോങ്ങിനോട് ഞാൻ സംസാരിച്ചില്ലായിരുന്നു എന്ന് പറയാണ്. കറക്റ്റ് ടൈമിന് അങ്ങോട്ടേക്ക് ടോങ് വരാണ്. അങ്ങനെ ടോങ്ങിനെ കണ്ടതും നമ്മുടെ ജോയിനെയും ടോങ്ങിനെയും ഒറ്റയ്ക്ക് ഇട്ടിട്ട് നമ്മുടെ ജോയും ഇമ്മും പിന്നെ ബാക്കിയുള്ളവരെല്ലാവരും ഞങ്ങൾ ഫുഡ് എടുക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ്. ആ ടൈമിന് നമ്മൾ ടോങ് ജോയുടെ അടുത്ത് ഇരുന്നിട്ട് നിൻ്റെ അഭിനയിച്ച ആ ഒരു ക്ലിപ്പ് ഞാൻ കണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു, ഭാവിയിൽ നിനക്ക് അവസരമൊക്കെ കിട്ടട്ടെ, പിന്നെ നിൻ്റെ ആ അഭിനയിച്ച സിനിമയിൽ ഉൾപ്പെടുത്താത്തതിൽ നിനക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആട്ടേന് ജോ ആണെങ്കിൽ എനിക്കെന്ത് വിഷമം, ഞാൻ ജസ്റ്റ് ഒരു സ്റ്റാൻഡിനല്ലേ, അപ്പോൾ പിന്നെ ഞാൻ അതിൽ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്ന് പറയാണ്. ആട്ടേന് ടോങ് ആണെങ്കിൽ അതെന്തായാലും നന്നായി, നീ വെറും ഒരു സ്റ്റാൻഡിനാണെന്ന് നിനക്ക് ഓർമ്മയുണ്ടല്ലോ എന്ന് പറയാണ്. അങ്ങനെ അത് കേട്ടപ്പോൾ നമ്മുടെ ജോയ്ക്ക് എന്തോ ഒരു ചെറുതായിട്ട് അവനെ പുച്ഛിച്ച പോലെ ഒരു ഫീൽ വരുന്നുണ്ട്. ആ ഒരു ടൈമിൽ കറക്റ്റ് അങ്ങോട്ടേക്ക് മിങ് വരാണ്. നമ്മുടെ മിങ്ങിനെ കണ്ടതും ടോങ് ആണെങ്കിൽ ഓ മിങ് നീ എന്താ ഇവിടെ, നീ എന്നെ കാണാനായിട്ട് വന്നതാണോ എന്ന് ചോദിക്കുകയാണ്. ആട്ടേന് ജോ ആണെങ്കിൽ എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് പോട്ടെ എന്ന് പറഞ്ഞിട്ട് എണീറ്റ് പോകുന്നുണ്ട്. അങ്ങനെ മിങ് നമ്മുടെ ടോങ്ങിൻ്റെ അടുത്തിരുന്ന് സംസാരിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് ജോ പുറത്തൊരിടത്ത് വന്ന് നിൽക്കുന്നതാണ്. ഈ ടൈമിൽ സോൾ അവൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് നീ ഇവിടെ ഉണ്ടായിരുന്നോ, ഞാനാണെങ്കിൽ മിങ് ടോങ്ങിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടല്ലോ എന്ന് പറയാണ്. ആ ടൈമിന് ജോ ആണെങ്കിൽ അവർ നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആണെന്ന് പറയുന്നുണ്ട്. ഈ ടൈമിൽ സോള് ഞാനൊരു റൂമർ കേട്ടു, അതായത് മിങ്ങിൻ്റെ സിസ്റ്ററും ടോങ്ങും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന്, അത് സത്യമാണോ ചോദിക്കുകയാണ്. ആ ടൈമിന് ജോ അതേ സത്യമാണെന്ന് പറയുന്നുണ്ട്. ഈ ഒരു ടൈമിന് ജോ ആണെങ്കിൽ അല്ല ഈ പാർട്ടിയിൽ നീ ഇല്ലല്ലോ, പിന്നെ നീ എന്താ ഇവിടെ വന്നതെന്ന് ചോദിക്കുകയാണ്. ആ ടൈമിന് സോള് അത് പിന്നെ ഞാൻ നിന്നെ കാണാനായിട്ട് വന്നതാണ്, ആക്ച്വലി ക്രിസ്മസ് ഒക്കെ വരെയല്ലേ, അപ്പോൾ നീ ഫ്രീ ആണെങ്കിൽ എൻ്റെ കൂടെ പുറത്ത് വരുമെന്ന് ചോദിക്കാനായിട്ട് ഞാൻ വിളിക്കാനായി വന്നതെന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് ജോ ആണെങ്കിൽ സോറി ഞാൻ ഫ്രീ അല്ല, ആക്ച്വലി ഞാനും മിങ്ങും ഇപ്പോൾ ഒരുമിച്ചാണെന്ന് പറയാണ്. ആ സമയം അത് കേട്ടിട്ട് സോളാണെങ്കിൽ ഓ അങ്ങനെയാണോ, അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പും കൂടെ ബാക്കിയുള്ളവരെ അറിയിക്കാനാണോ ഇപ്പോൾ നിങ്ങളുടെ ഒരുമിച്ച് പാർട്ടിയിലേക്ക് വന്നതെന്ന് ചോദിക്കുകയാണ്. ആ ടൈമിന് ജോ ആണെങ്കിൽ അങ്ങനെയൊന്നുമില്ല, നിന്നോട് നേരത്തെ പറഞ്ഞോന്ന് വിചാരിച്ചിരുന്നതാ, പക്ഷേ പറ്റിയില്ലായിരുന്നു എന്ന് പറയാണ്. സോൾ ആ സമയം ഇപ്പോഴും ഞാനിത് വൈകിയൊക്കെ അറിഞ്ഞത്, എന്തൊക്കെയായാലും കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജോയിനെ ഹഗ് ചെയ്യാണ്. നമ്മുടെ സോളിന് ജോയിനെ ഇഷ്ടമാണ്, നമുക്ക് നേരത്തെ മനസ്സിലായതുമാണ്. സോളിന് എന്തായാലും നല്ല വിഷമം ഉണ്ടാവും, എന്നാലും അവനൊന്നും പുറത്ത് കാണിക്കാതെ ഹാപ്പി ആയിട്ട് കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ഹഗ് ചെയ്യുന്ന ടൈമിന് കറക്റ്റ് അങ്ങോട്ടേക്ക് മിങ് വരാണ്. മിങ് ഇവരിങ്ങനെ ഒരുമിച്ചിരിക്കുന്ന കണ്ടപ്പോൾ തന്നെ സോളിനെ പിടിച്ച് തള്ളി മാറ്റിയിട്ട് ജോയിനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ടങ്ങ് ചെന്നിട്ട് വാഷ്റൂമിൽ കയറിയ ശേഷം സോളുമായിട്ട് ക്ലോസ് ആകാൻ പോകരുതെന്ന് ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞല്ലേ എന്ന് മിങ് പറയാണ്. ആ ടൈമിന് ജോ ആണെങ്കിൽ അയ്യോ ഞാൻ അവനായിട്ട് ക്ലോസ് ആകാൻ പോയല്ല, ജസ്റ്റ് മീറ്റ് ചെയ്തപ്പോൾ ഒന്ന് സംസാരിച്ചതേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് മിങ്ങാണെങ്കിൽ ഈ ജോയിനെ കിസ് ചെയ്യാണ്. ആ ടൈമിന് ജോ തടങ്ങിയിട്ട് ആരെങ്കിലും നമ്മളെ കാണുമെന്ന് പറയുന്നുണ്ട്. ആ സമയം കാണുന്നവർ കാണട്ടെ, അപ്പോൾ പിന്നെ നീ എൻ്റേതാണെന്ന് അവർക്കൊക്കെ മനസ്സിലാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് അവനെ വീണ്ടും കിസ് ചെയ്യാണ്. കറക്റ്റ് ടൈമിന് അങ്ങോട്ടേക്ക് ടോങ് വരാണ്. ടോങ്ങിനങ്ങനെ നമ്മുടെ മിങ്ങും ജോയുമാണ് കിസ് ചെയ്യുന്നതെന്ന് മനസ്സിലായിട്ട് മിങ് ഉറക്കെ വിളിക്കുകയാണ്. അങ്ങനെ മിങ് കിസ് ചെയ്യുന്ന നിർത്തിയിട്ട് ടോങ്ങിനെ നോക്കാണ്. ആ ടൈമിന് ടോങ് എന്നെ ഫോളോ ചെയ്ത് വരാൻ പറഞ്ഞിട്ട് വാഷ്റൂമിൻ്റെ പുറത്തേക്ക് പോവാണ്. ആ ടൈമിന് മിങ്ങാണെങ്കിൽ ജോയിൻ്റെ അടുത്ത് ഞാൻ ഇന്ന് തനിച്ച് വീട്ടിലേക്ക് എത്തിക്കോളാം, നീ പൊക്കോളാൻ പറഞ്ഞിട്ട് നേരെ ടോങ്ങിൻ്റെ അടുത്തേക്ക് ചെല്ലാണ്. അതിനുശേഷം കാണിക്കുന്ന നമ്മുടെ ജോ ആണെങ്കിൽ നമ്മുടെ ജോയുടെ അടുത്ത് മിമ്മിൻ്റെ അടുത്തൊക്കെ വന്നിരിക്കുന്നതാണ്. ആ ടൈമിന് ഒട്ടും അങ്ങോട്ടേക്ക് വന്നിരുന്നായിരുന്നു. അങ്ങനെ നമ്മുടെ ജോ വന്നതും എല്ലാവരും കൈയടിച്ചിട്ട് നമ്മുടെ പുതിയ സൂപ്പർ സ്റ്റാർ എത്തിയെന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാപ്പൊക്കെ അടിച്ച് അവനോട് ഇരുത്താണ്. ആ ടൈമിന് ജോ എന്തൊക്കെയായി പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ ഒട്ടാണെങ്കിൽ നമ്മളെ ഡയറക്ടർ അയാളുടെ പുതിയ സിനിമയിൽ നിന്നെ സപ്പോർട്ടിങ് ക്യാരക്ടറായിട്ട് അഭിനയിപ്പിക്കാൻ പോവുക, ഞാൻ പറഞ്ഞല്ലേ നിൻ്റെ അഭിനയം കണ്ടു കഴിയുമ്പോഴത്തേക്കും നിനക്ക് എന്തായാലും റോൾസ് കിട്ടി തുടങ്ങുന്നു, ഇപ്പോൾ നിൻ്റെ ഫസ്റ്റ് മൂവി വരാൻ പോവാന്ന് പറയാണ്. ആട്ടേന് ജോ ആണെങ്കിൽ അത് കണ്ടിട്ട് സീരിയസ് ആയിട്ടാണെന്ന് ഇങ്ങനെ ഞെട്ടി ഇങ്ങനെ ചോദിക്കുകയാണ്. ആട്ടേന് ഇമ്മാണെങ്കിൽ ആന്നേ നീ സോളിൻ്റെ ഫ്രണ്ടായിട്ടും അവൻ്റെ സപ്പോർട്ടിങ് ക്യാരക്ടറായിട്ടാണ് നിൽക്കാൻ പോകുന്നതെന്ന് പറയാണ്. ആട്ടേന് ജോ ആണെങ്കിൽ സോളാണോ അപ്പോൾ ആ സിനിമയിലെ മെയിൻ ലീഡെന്ന് ചോദിച്ചപ്പോൾ അല്ല സോളല്ല, സോള് സെക്കൻഡ് ലീഡാണ്, ഫസ്റ്റ് ലീഡ് നമ്മുടെ ടോങ് ആണെന്ന് പറയാണ്. ആട്ടേന് ജോ ആണെങ്കിൽ എൻ്റെ ദൈവമേ ഈ സിനിമ ഷൂട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ടോങ്ങും ഡയറക്ടറും തമ്മിൽ പൊരിഞ്ഞ അടിയായിരുന്നു, ഇനി ആ സിനിമയിൽ അവരുടെ തമ്മിൽ അടിയാവും, ഇനി അതിൻ്റെ ഇടയിൽ കൂടെ കയറിയിട്ട് എനിക്ക് പുലിവാലാകാൻ വയ്യ എന്ന് പറയാണ്. ആട്ടേന് ഒട്ടാണെങ്കിൽ അയ്യോ നീ അതൊന്നും മൈൻഡ് ചെയ്യണ്ട, ഞാനിതിൻ്റെ പ്രൊഡ്യൂസറാണ്, ഇക്കാര്യങ്ങളാൽ ഞാൻ നോക്കിക്കോളാം, നീ അതൊന്നും മൈൻഡ് ചെയ്യാൻ പോവേ വേണ്ട, നീ ഇപ്പോൾ അടിച്ചു പൊളിക്കുക, പാർട്ടി സെറ്റായിട്ട് നടത്തുക, അത്രേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വീണ്ടും ഡ്രിങ്ക് ചെയ്യാണ്. അതിനുശേഷം കാണിക്കുന്നത് ജോ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ്. ആ ടൈമിന് മിങ് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ജോ മിങ്ങിനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ടൈമിന് മിങ് അങ്ങോട്ടേക്ക് വരാണ്. അങ്ങനെ ജോ ആണെങ്കിൽ മിങ്ങിൻ്റെ അടുത്ത് എത്തിയോ ടോങ്ങിനോട് സംസാരിച്ചോ എന്ന് ചോദിക്കുകയാണ്. ആട്ടേന് മിങ് ഞാൻ ടോങ്ങിനോട് സംസാരിച്ചു, കാര്യങ്ങളെല്ലാം പറഞ്ഞ് തീർത്തിട്ടുണ്ട്, ഒരു പ്രശ്നമില്ല, ഞാൻ പോയി ഒന്ന് കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് മിങ് കുളിക്കാനായി പോവാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ജോ ആണെങ്കിൽ ഷൂട്ടിംഗ് സെറ്റിലിരിക്കുന്നതാണ്. അവനാണെങ്കിൽ നമ്മുടെ ഇമ്മിൻ്റെ ജോഷോടെയൊക്കെ കൂടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ജോ ആണെങ്കിൽ ഒരു ആക്ടർ ആവാൻ പോകുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഇമ്മും ജോജോ ഒക്കെ ആണെങ്കിൽ അവൻ്റെ അടുത്ത് നീ ഇവിടെയല്ല മറ്റ് ആക്ടേഴ്സിൻ്റെ കൂടെ AC റൂമിൽ പോയിരുന്ന് ഫുഡ് കഴിക്കാൻ പറയാണ്. ആട്ടേന് ജോ ആണെങ്കിൽ അയ്യോ ഞാൻ അവിടെയൊന്നും പോയിരിക്കത്തില്ല, ഇനിയിപ്പോൾ ഞാനൊരു സൂപ്പർ സ്റ്റാർ ആയാൽ തന്നെ ഞാൻ നിങ്ങളുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ടൈം അങ്ങോട്ടേക്ക് ടോങ് വരാണ്. അങ്ങനെ ടോങ് വന്നപ്പോഴത്തേക്കും ഇവരുടെ സംസാരം നിർത്താണ്. ആ ടൈമിന് ജോജോ ആണെങ്കിൽ ടോങ്ങിൻ്റെ അടുത്ത് കുട്ടിനെ കാണാൻ വന്നതാണെന്ന് വെച്ചപ്പോൾ അതേത്
ടോങ് പറയാണ്. ആ ടൈമിൽ ടോങ് ഇവരിങ്ങനെ കഴിക്കുന്ന ഫുഡ് കണ്ടിട്ട് നല്ല അടിപൊളി ഫുഡാണല്ലോ തോന്നുന്നല്ലോ, ഞാനും നിങ്ങളുടെ അവിടെ ജോയിൻ ചെയ്ത് കഴിക്കട്ടെ എന്ന് വെച്ചിട്ട് അവിടെ ഇരിക്കുകയാണ്. ഈ ടൈം നമ്മുടെ ജോയിനെയും മിങ്ങിനെയും കഴിഞ്ഞ ദിവസം നമ്മുടെ ടോങ് കണ്ടതുകൊണ്ട് തന്നെ നമ്മുടെ ജോയിക്ക് ടോങ്ങിനെ ഫേസ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ജോ ടോങ്ങിൻ്റെ അടുത്ത് അയ്യോ അത് നല്ലൊരു ഐഡിയ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, നിങ്ങൾ ഇവിടെ ഇരുന്നാൽ ശരിയാകത്തില്ല, ഇവിടെ ഭയങ്കര ചൂടൊക്കെയാണ്, നിങ്ങൾക്ക് മറ്റേ ആക്ടേഴ്സിൻ്റെ കൂടെ AC റൂമിൽ പോയിരുന്ന് ഫുഡ് കഴിക്കാമല്ലോ, ഞാൻ വേണമെങ്കിൽ നിങ്ങൾ അങ്ങോട്ടേക്ക് കൊണ്ടുവിട്ടാന്ന് പറയാണ്. ആ ടൈമിൽ ടോങ് അതൊരു നല്ല ഐഡിയ, അങ്ങോട്ടേക്ക് പോകാമെന്ന് പറയാണ്. അങ്ങനെ ഒരു അങ്ങോട്ടേക്ക് ചെല്ലാണ്. എന്നാൽ അവിടെ എത്തുന്നതിന് മുമ്പേ ടോങ് ആണെങ്കിൽ ജോയിൻ്റെ ഒരിടത്ത് നിർത്തിയിട്ട് സംസാരിക്കുകയാണ്. ടോങ് അപ്പോൾ ജോയോട് നിനക്ക് സിനിമയിൽ അഭിനയിക്കാൻ അവസരമൊക്കെ കിട്ടി, നീ ഇപ്പോൾ ഒരു ആക്ടറാണെന്നൊക്കെ ഞാൻ അറിഞ്ഞു, എന്തായാലും കൺഗ്രാജുലേഷൻ, നീ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടെന്ന് പറയാണ്. ആ ടൈമിൽ ജോ ഇതെല്ലാം ഞാൻ നിങ്ങളെ കണ്ട് പഠിച്ചതെന്ന് പറയുന്നുണ്ട്. ഇതേ ടൈമിൽ ടോങ് നീ ഇങ്ങനെ അഭിനയിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിനക്ക് എൻ്റെ സ്റ്റാൻഡിനായിട്ട് നിൽക്കാൻ പറ്റുമോ, ഇപ്പോൾ വരുന്ന സിനിമയിൽ ഒരുപാട് ആക്ഷൻ സീനൊക്കെ ഉണ്ടെന്ന് പറയാണ്. ആ ടൈമിൽ ജോ ആണെങ്കിൽ ഈ രണ്ട് കാര്യവും എനിക്ക് ഒരുമിച്ച് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് വേറെ കുറേ സ്റ്റണ്ട്മാനെ അറിയാം, ഞാൻ അതിലാരെങ്കിലും ഒരാളെ പരിചയപ്പെടുത്തി തരാമെന്ന് പറയാണ്. ആ ടൈമിൽ ടോങ് ആണെങ്കിൽ അത് ശരിയാവും തോന്നണില്ല, എനിക്ക് നിന്നെ തന്നെ എൻ്റെ സ്റ്റാൻഡിനായിട്ട് വേണം, ബാക്കി ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയായെന്ന് വരത്തില്ല, ഈ ഒരു സിനിമ ഏഷ്യ മൊത്തം റിലീസ് ചെയ്യാൻ പോകുന്നതാണ്, അപ്പോൾ ആ സ്റ്റാൻഡിൻ എൻ്റെ സീനൊക്കെ ചെയ്യുമ്പോൾ അത് നന്നായിട്ടിരിക്കണം, അതുകൊണ്ട് തന്നെ നീ വേണം അതിൽ വരാൻ, എൻ്റെ റെപ്യൂട്ടേഷൻ കളയാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് പറയാണ്. ആ ടൈമിൽ ജോ അത് പിന്നെ എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, ഞാൻ ട്രൈ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഈ ടൈമിൽ ടോങ് ആണെങ്കിൽ മിങ്ങിൻ്റെ കാര്യം കൊണ്ടല്ലേ നീ ഇപ്പം എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതൊക്കെ എനിക്ക് നന്നായിട്ടറിയാം, പിന്നെ നിൻ്റെ ലക്ഷ്യം എന്താണെന്നും എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയാണ്. ആ ടൈമിൽ ജോ ആണെങ്കിൽ നിങ്ങൾ എന്തായി ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ മിങ് ആ കാരേട്ട ഗ്രൂപ്പ്സിൻ്റെ ഫാമിലി പെട്ട ആളാന്ന് അറിയിട്ടല്ലേ നീ അവനുമായിട്ട് ചെന്ന് ജോയിൻ ചെയ്തതെന്ന് ചോദിക്കുകയാണ്. അതായത് നമ്മൾ നേരത്തെ ഒരു വൗച്ചറിൽ അക്കാരായിട്ട ഗ്രൂപ്പ്സ് കണ്ടില്ലേ, ആ ഗ്രൂപ്പ്സ് ഫാമിലിയിലുള്ള മെമ്പറാണ് നമ്മുടെ മിങ് പക്ഷേ അത് ജോയോട് അന്ന് തുറന്ന് പറഞ്ഞില്ല, അതിൻ്റെ കൂടെ തന്നെ ആ ഒരു വൗച്ചർ കണ്ടപ്പോൾ അത് ചുരുട്ടിക്കൂട്ടി മാറ്റി വയ്ക്കുകയും ചെയ്തായിരുന്നു. അങ്ങനെ അതറിഞ്ഞപ്പോൾ ജോ ഷോക്കാവുകയാണ്. എന്നിട്ട് ടോങ് ആണെങ്കിൽ നിൻ്റെ ഉദ്ദേശം മനസ്സിലായി, അവൻ വഴി വലിയ ആളാവാനുള്ള ശ്രമമാണെന്ന് എനിക്ക് മനസ്സിലായി, എന്നാൽ അത് നടക്കത്തില്ല, മര്യാദയ്ക്ക് നിന്ന് പോയാൽ നിനക്ക് കൊള്ളാമെന്ന് പറഞ്ഞിട്ട് ടോങ് അവിടെ നിന്ന് അങ്ങ് പോവാണ്. ഇതേ ടൈമിന് ജോ ആണെങ്കിൽ നമ്മുടെ മിങ്ങിൻ്റെ ഫാമിലി ഏതാണെന്ന് അറിഞ്ഞിട്ട് ഇപ്പോഴും ശരിക്കും ഷോക്കിൽ നിൽക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് വൈകുന്നേരം നമ്മുടെ ജോയും മിങ്ങും കൂടെ സിനിമ കണ്ടുകൊണ്ട് ഇങ്ങനെ വീട്ടിൽ ഇരിക്കുന്നതാണ്. ആ ടൈമിൽ ജോ ഒന്ന് സംസാരിക്കാതിരിക്കുന്നുണ്ടിട്ട് മിങ്ങാണെങ്കിൽ എന്ത് പറ്റി സിനിമ ഇഷ്ടപ്പെട്ടില്ലെന്ന് ചോദിക്കുകയാണ്. ആ ടൈമിൽ ജോ അങ്ങനെയൊന്നുമില്ല, അത് പിന്നെ ഞാൻ കുറച്ച് ടയേർഡാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ജോ മിങ്ങിൻ്റെ അടുത്ത് നീ എന്തിനാ എന്നെ ചൂസ് ചെയ്തത്, വേറെ ആരെങ്കിലും ചൂസ് ചെയ്യാത്ത എന്താ, നീ ഹാപ്പി ആണോ എന്ന് ചോദിക്കുകയാണ്. ആ ടൈമിൽ മിങ്ങാണെങ്കിൽ ജോയിനെ നോക്കിയിട്ട് അഫ്കോഴ്സ് ഞാൻ ഹാപ്പിയാണ്, പിന്നെ അന്ന് ഞാൻ നിന്നപ്പോൾ നീ അല്ലേ ലിഫ്റ്റ് തരാമെന്ന് പറയുന്ന കാറിൽ വിളിച്ച് കയറ്റിയത്, എന്നിട്ടിപ്പോൾ എന്തിനാ ചൂസ് ചെയ്തത് എന്നോടാണോ ചോദിക്കുന്നത്, ഞാൻ ഹാപ്പിയാണ്, നിനക്ക് എന്ത് പറ്റി, നീ ടയേർഡാണോ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ക്രിസ്മസിൻ്റെ അന്ന് നമുക്കൊരു ഫുഡ് കഴിക്കാനൊക്കെ അപ്പം അന്ന് ഞാൻ ട്രീറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ജോ ആണെങ്കിൽ പ്രോമിസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവർ ഹാപ്പി ആയിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് അവരിങ്ങനെ ട്രീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു ലക്ഷറി ഹോട്ടലിൽ ഫുഡ് കഴിക്കാനായിട്ട് ചെല്ലുന്നതാണ്. അങ്ങനെ അത്രയും ഒരു ലക്ഷറി ഹോട്ടലൊന്നും കണ്ടിട്ടില്ലാത്ത നമ്മുടെ ജോ ആണെങ്കിൽ അവിടെ എത്തിയപ്പോൾ കുറച്ചിങ്ങനെ ടെൻഷനായിട്ട് നിൽക്കായിരുന്നു. അങ്ങനെ മിങ് അവൻ്റെ കയ്യും പിടിച്ച് അതിനകത്തേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ അവർ നല്ല അടിപൊളിയായിട്ടൊക്കെ ഫുഡ് കഴിക്കുകയാണ്. ഈ ഒരു ടൈമിന് നമ്മുടെ മിങ് ആണെങ്കിൽ കഴിക്കുന്ന ടൈമിന് ജോ അവൻ്റെ അടുത്ത് ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ കുറേ സെലിബ്രിറ്റീസ് ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ടെന്ന്, നീ ഇവിടെ കുറേ ടൈം വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം മിങ് കുറച്ച് പ്രാവശ്യമൊക്കെ വന്നിട്ടുണ്ട്, പിന്നെ നീ ഇനിയിപ്പോൾ സെലിബ്രിറ്റി ആവാൻ പോവല്ലേ, അപ്പോൾ പിന്നെ നിനക്കും ഈ സ്ഥലം അടിപൊളിയാണെന്ന് പറയുന്നുണ്ട്. ആ ടൈം ജോ ആണെങ്കിൽ പിന്നെ ഇപ്പം ഞാൻ സെലിബ്രേറ്റ് ആയാൽ നടക്കത്തില്ല, പിന്നെ എൻ്റെ കയ്യിൽ നിനക്ക് തരാനായിട്ട് ക്രിസ്മസിൻ്റെ ഒരു ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ജോ ആണെങ്കിൽ മിങ്ങിന് ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ്. ആ ടൈം മിങ് ഇതൊക്കെ എപ്പോൾ വാങ്ങിച്ചു എന്ന് ചോദിച്ചപ്പോൾ ജോ ആണെങ്കിൽ അതൊന്നും പറയുന്നില്ല, തുറന്ന് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്ന് പറയും, ഞാനിത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്, ഏറ്റവും ടോപ്പ് ബ്രാൻഡ് നോക്കിയാൽ വാങ്ങിച്ചതെന്ന് പറയാണ്. അങ്ങനെ ഒമേഗ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഒരു വാച്ചായിരുന്നു അത്. അങ്ങനെ അത് തുറന്ന് നോക്കി കണ്ടപ്പോഴത്തേക്കും നമ്മുടെ മിങ് ആണെങ്കിൽ ഇത് ടോപ്പല്ല, ഇത് ആക്ച്വലി സ്റ്റാൻഡേർഡാണ്, ടോപ്പായിട്ടുള്ള വാച്ച് ഇതാന്ന് പറഞ്ഞിട്ട് അവൻ്റെ കയ്യിൽ കിടക്കുന്ന വാച്ച് കാണിച്ചു കൊടുക്കുകയാണ്. നോക്കിയപ്പോൾ നമ്മുടെ ജോ വാങ്ങിച്ച വാച്ചിൻ്റെ അതേ സെയിം സംഭവം തന്നെയാണ്, പക്ഷേ ഒന്ന് സ്റ്റാൻഡേർഡ് മറ്റൊന്ന് പ്രീമിയം ടൈപ്പ് അങ്ങനെ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ജോ അത് കണ്ടിട്ട് അയ്യോ അങ്ങനെയാണോ, എനിക്കറിയത്തില്ലായിരുന്നു അത്, സോറി, ഞാനിത് വേറെ എന്നൊക്കെ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ആ വാച്ച് തിരിച്ചെടുക്കാൻ നിൽക്കുകയാണ്. ആ ടൈം മിങ്ങാണെങ്കിൽ ഇത് സാധാ വാച്ചായാലും എന്താ കുഴപ്പം, നീ വാങ്ങിച്ചു തന്നില്ലേ, എനിക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് മിങ് അത് അവൻ്റെ നിന്ന് വാങ്ങുകയാണ്. എന്നിട്ട് മിങ്ങാണെങ്കിൽ അവൻ്റെ കൈ കിടന്ന വാച്ച് അഴിച്ചു വെച്ചിട്ട് നമ്മുടെ ജോയുടെ അടുത്ത് അവൻ വാങ്ങിച്ച ആ ഒരു വാച്ച് കൈ കെട്ടിക്കൊടുക്കാൻ പറയാണ്. അങ്ങനെ ജോ അത് ഹാപ്പിയായിട്ട് കെട്ടിക്കൊടുക്കുന്നുണ്ട്. അതിന് ശവരിന്ന് ഇരിക്കുന്ന ടൈമിന് അങ്ങോട്ടേക്ക് നമ്മുടെ മെയ്യും ടോങ്ങും കൂടെ വരാണ്. അങ്ങനെ അവരെ കണ്ടതും ഇവർ രണ്ടുപേരും സന്തോഷമൊക്കെ ചെറുതായിട്ടൊന്ന് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ടോങ് ആണെങ്കിൽ ഓൾറെഡി ജോയിനെ വാൺ ചെയ്തതാണ്, അതായത് ഇനി മിങ്ങുമായിട്ട് കൂടാൻ പോരുതെന്ന്. എന്നാൽ അവരെ വീണ്ടും ഒരുമിച്ചിരിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ ടോങ്ങിന് ചെറുതായിട്ട് ദേഷ്യമൊക്കെ വന്നിട്ട് നമ്മുടെ ജോയിനെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഈ ഒരു ടൈമിന് അതൊന്നും പുറത്ത് കാണിക്കാതെ നമ്മുടെ ടോങ് ആണെങ്കിൽ ക്രിസ്മസ് അല്ലേ, വാ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മിങ്ങിനെ ഫുഡ് കഴിക്കാനായിട്ട് വിളിക്കുകയാണ്. അവരൊരു ഫാമിലി ആയതുകൊണ്ട് തന്നെ മിങ്ങപ്പോൾ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മെയ് ആണെങ്കിൽ ഇല്ല വാ നിൻ്റെ ഫ്രണ്ട്
ഫ്രണ്ടിനെയും കൂടെ വിളിക്കാൻ പറയാണ്. അങ്ങനെ ഇവർ 4 പേര് ഫുഡ് കഴിക്കാനായിട്ടിരിക്കുകയാണ്. ഈ ഒരു ടൈമിന് നമ്മുടെ മെയ്യാണെങ്കിൽ നമ്മുടെ ജോയുടെ അടുത്ത് നീയും മിങ്ങും എപ്പോഴാണ് ഫ്രണ്ട്സായേന്ന് ചോദിക്കുകയാണ്. ആട്ടേന് ജോ എന്തോന്ന് പറയണമെന്ന് അറിയണ്ടാതിരുന്നപ്പോൾ മിങ്ങാണെങ്കിൽ അത് പിന്നെ നമ്മൾ ഷൂട്ടിംഗ് സെറ്റ് വെച്ച് വെയിറ്റ് ചെയ്താണ് അങ്ങനെ ഫ്രണ്ട്സായാണെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ടോങ്ങാണെങ്കിൽ അല്ല ഇന്ന് ക്രിസ്മസിൻ്റെ അന്ന് നിങ്ങൾ രണ്ടുപേരും മാത്രം ഫുഡ് കഴിക്കാൻ വന്ന എന്താ, നിങ്ങൾ രണ്ടുപേരും എന്താ വെറും ഫ്രണ്ട്സ് മാത്രമാണോ, അതോ ഇനിയിപ്പോൾ വേറെ വല്ല ഫ്രണ്ട്സും വരുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുകയാണ്. അപ്പോൾ അതിനെന്ത് മറുപടി പറയണമെന്ന് ജോ ഇങ്ങനെ ഇരിക്കുന്ന ടൈമിന് കറക്റ്റ് ടൈമിന് അങ്ങോട്ടേക്ക് സോൾ വന്നിട്ട് ജോ ഞാൻ വിളിച്ചിട്ട് വന്നതാണ്, എനിക്ക് തോന്നുന്നു ഇവിടെ മിങ്ങിനെ കണ്ടപ്പോഴത്തേക്കും ജോ അവനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നതായിരിക്കും, ഞാൻ വരാൻ കുറച്ച് ലേറ്റായി പോയി, ഞാൻ വിളിച്ചിട്ടാണ് ജോ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയാണ്. അങ്ങനെ കറക്റ്റ് ടൈമിന് നമ്മുടെ സോൾ വന്ന് രക്ഷിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ജോയും മിങ്ങും രക്ഷപ്പെടുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ജോയുടെ അടുത്ത് സോളാണെങ്കിൽ വാ നമുക്ക് പോകാൻ തുടങ്ങാനെ വിളിച്ചുകൊണ്ട് പോവാണ്. ഇതിട്ട് നമ്മുടെ മിങ്ങാണെങ്കിൽ ജലസാവുന്നുണ്ട്. അങ്ങനെ സോളും ജോയും കൂടെ ചെന്ന് മാറി സംസാരിക്കുകയാണ്. ആ സമയം സോള് ജോയുടെ അടുത്ത് മിങ്ങ് ഏത് ഫാമിലിയിലുള്ളതാണെന്ന് നിനക്കറിയോ, അവൻ ആക്കാരായോട്ടോ ക്യൂസ് ഫാമിലിയിലുള്ളതാ, അവരെല്ലാവരും സെലിബ്രിറ്റീസിൻ്റെ കുടുംബമാണ്, നീ ഇപ്പം തന്നെ കണ്ടില്ലേ അവൻ്റെ ചേച്ചി തന്നെ ഒരു സെലിബ്രിറ്റീനെ ഡേറ്റ് ചെയ്യുന്നത്, അപ്പോൾ പിന്നെ നിന്നെ അവൻ സ്വീകരിക്കും നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ജോയിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. ആട്ടേനെ ജോ ആണെങ്കിൽ മിങ്ങ് എന്നെ ഓൾറെഡി സ്വീകരിച്ചു കഴിഞ്ഞു, ഞാൻ എങ്ങനെയാണോ ഉള്ളത് അത് അവൻ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറയാണ്. ആട്ടേനെ സോള് ഓക്കെ മിങ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷേ മിങ്ങിൻ്റെ ഫാമിലി അക്സെപ്റ്റ് ചെയ്ത് നിനക്ക് തോന്നുന്നുണ്ടോ, അവർ നിന്നെ ഏത് രീതിയിലായിരിക്കും കാണാൻ പോകുന്നത്, എനിക്ക് ടെൻഷൻ ഉണ്ട്, ഒരുപക്ഷെ അവർ നിന്നെ കറക്റ്റായിട്ട് നോക്കത്തില്ല, അവർ നിന്നെ എന്തെങ്കിലും ചെയ്യുകയായിരിക്കും, അവർ നിന്നെ ചിലപ്പോൾ ഒഴിവാക്കിയായിരിക്കും, താഴ്ത്തുകയായിരിക്കും, നീ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുകയാണ്. ആട്ടേന് ജോ ആണെങ്കിൽ ഇത് എൻ്റെയും മിങ്ങിൻ്റെയും കാര്യമാണ്, ഇതിൽ നീ ഇടപെടണ്ടെന്ന് പറയുന്നുണ്ട്. സമയം സോള് നമ്മുടെ ജോയിനെ തടഞ്ഞി നിർത്തിയിട്ട് പക്ഷേ എനിക്ക് നിന്നെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ജോ ആണെങ്കിൽ അതിന് മറുപടി കൊടുക്കാതെ നമ്മുടെ സോളിൻ്റെ പിടി വിട്ടിട്ട് അവിടെ നിന്ന് നടന്നു പോവാണ്. ഇതേ സമയം നമ്മുടെ മിങ്ങും മെയ്യും ടോങ് കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കായിരുന്നു. ആ ടൈമിൽ ടോങ്ങിനൊരു ഫോൺ കോൾ വന്നിട്ട് അവൻ അങ്ങോട്ടേ ചെല്ലാണ്. ആ ടൈമിൽ മെയ്യാണെങ്കിൽ നിനക്ക് നമ്മുടെ ജോയിനെ ഇഷ്ടമാണല്ലേ, നീ അവൻ്റെ അടുത്തുണ്ടായിരുന്നപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നല്ലോ, അവനാണല്ലേ നിൻ്റെ ഹാപ്പിനെസ്, നീ ആരെ വേണോ സ്നേഹിച്ചോ, നീ അയാളുടെ കൂടെ ഹാപ്പി ആണെങ്കിൽ അത് എനിക്ക് ഓക്കെ ആണെന്ന് മെയ് പറയാണ്. എന്നിട്ട് മിങ്ങിൻ്റെ അടുത്ത് നീ ജോയിൻ്റെ അടുത്ത് പോയിട്ട് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യും, ഞാൻ ടോങ്ങിനോട് എന്തെങ്കിലും പറഞ്ഞോളാം, നീ പൊക്കോളാനായിട്ട് പറയാണ്. അങ്ങനെ മിങ് താങ്ക്സ് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. എന്നാൽ പോകുന്ന വഴിക്ക് മിങ് ടോങ്ങിനെ കാണാണ്. ടോങ് ആണെങ്കിൽ അവിടെ മെയ്ക്ക് കൊടുക്കാനായിട്ട് സർപ്രൈസ് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കായിരുന്നു. അങ്ങനെ അവിടെ മിങ് പോകുന്ന കണ്ടിട്ട് ടോങ് ആണെങ്കിൽ നീ ഇപ്പോഴേ പോകാണെന്ന് ചോദിച്ചപ്പോൾ മിങ് ആണെങ്കിൽ ക്രിസ്മസ് അല്ലേ നിങ്ങൾ കണ്ടിട്ട് എൻജോയ് ചെയ്യും, ഇടയിൽ ഞാൻ ഇരിക്കുന്നില്ല എന്ന് പറയാണ്. ആട്ടേനെ ടോങ് അയ്യോ പോവല്ലേ, ഞാനാണെങ്കിൽ മെയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അവൻ കൊടുക്കാൻ വന്ന സർപ്രൈസ് കാണിക്കുകയാണ്. അത് റിങ് ആയിരുന്നു. ആ റിങ് കാണിച്ചിട്ട് മെയ്യിനെ പ്രപ്പോസ് ചെയ്യാനായിട്ട് പോകായിരുന്നു കല്യാണം കഴിക്കാനായിട്ട്. ടോങ് അങ്ങനെ ആ റിങ് മിങ്ങിനെ കാണിച്ചിട്ട് മെയ്യാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യോ ഇല്ലേന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. ആ ഒരു ടൈമിന് നമ്മുടെ മിങ്ങാണെങ്കിൽ ആ റിങ് കണ്ടിട്ട് ചെറുതായിട്ട് വിഷമിക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. അതായത് നമ്മുടെ മിങ്ങിന് ഓൾറെഡി നമ്മുടെ ടോങ്ങിനെ ഇഷ്ടമുണ്ടായിരുന്ന ടൈമിന് നമ്മുടെ ടോങ്ങിൻ്റെ ഒരു മൂവിയിലെ സീനൊക്കെ ഇങ്ങനെ പ്രൊജക്ടറിൽ കാണിക്കുന്ന ടൈമിന് അവനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതൊരു ഫൈറ്റ് സീനായിരുന്നു, അതുകൊണ്ട് തന്നെ മുഖം കാണിക്കുന്നില്ല, ആളിങ്ങനെ തിരിഞ്ഞിരിക്കുന്ന മാത്രമേ കാണിക്കുന്നുള്ളൂ. ആ ഫൈറ്റ് സീനിൽ അഭിനയിച്ചത് നമ്മുടെ ജോയാണ്, പക്ഷേ നമ്മുടെ മിങ്ങിൻ്റെ കണ്ണിൽ അത് ടോങ്ങായിട്ടാണ് കാണുന്നത്. ആക്ച്വലി അവൻ കളർ ബ്ലൈൻഡാണ്. നമ്മുടെ ജോയിനെ കാണുമ്പോൾ ടോങ് ആയിട്ട് തോന്നും. പല സിറ്റുവേഷനിൽ ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഫൈറ്റ് സീനിൽ അഭിനയിക്കുന്നത് നമ്മുടെ ജോ ആണ്, എന്നാൽ അത് ടോങ് ആണെന്ന് വിചാരിച്ചിട്ട് അവനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും പ്രസൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ മിങ്ങാണെങ്കിൽ അവന് ടോങ്ങിനോടുള്ള ഇഷ്ടം ആ ഉള്ളിൽ ഒതുക്കി വെച്ചോണ്ട് ടോങ്ങിൻ്റെ അടുത്ത് അഫ്കോഴ്സ് ഉറപ്പായിട്ടും മെയ് എസ് പറയും, നീ ധൈര്യമായിട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് മിങ്ങ് തിരിച്ചങ്ങ് പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് അവൻ ഒരുപാട് കരയുന്നുണ്ട്. ആ ഒരു ടൈമിൽ കുറേ ഫ്ലാഷ് ബാക്കുകൾ കാണിക്കുകയാണ്. അതായത് നമ്മുടെ മിങ്ങ് ആദ്യം തൊട്ടേ നമ്മുടെ ടോങ്ങിൻ്റെ സിനിമയെ കണ്ടിട്ട് അവനോട് ഇഷ്ടത്തിലായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ടൈം നമ്മുടെ മിങ്ങും അവൻ്റെ ചേച്ചിയും കൂടെ ചെന്നിട്ട് ടോങ്ങിനെ മീറ്റ് ചെയ്യുന്നതും അവൻ്റെ കൂടെ ഫോട്ടോ എടുക്കുന്നതും പിന്നെ സംസാരിക്കുന്നതും ഒക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ആ ഒരു ടൈം തൊട്ടേ നമ്മുടെ ടോങ്ങും പിന്നെ അവൻ്റെ ചേച്ചിയും ഭയങ്കര ക്ലോസ് ആയിരുന്നു. അതിനുശേഷം ഒരു തവണ മിങ്ങാണെങ്കിൽ നമ്മുടെ ടോങ്ങും അവൻ്റെ ചേച്ചിയും കൂടെ കാറിൽ ഇരുന്ന് കിസ് ചെയ്യുന്ന കാണാണ്. അങ്ങനെ ആ ഒരു കാര്യം കണ്ടിട്ട് ഒരുപാട് വിഷമത്തിലായിട്ടാണ് അതിൽ നിന്നൊക്കെ ഒന്ന് ഓക്കെ ആവാനായിട്ട് അവൻ എബ്രോഡിലേക്ക് പോകാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ അവൻ എബ്രോഡ് പഠിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്ന ടൈമിന് അവൻ്റെ അമ്മയാണെങ്കിൽ ഞാൻ നിന്നെ വിടത്തില്ല, നീ അവിടെ ഒറ്റയ്ക്ക് പോയിട്ട് എങ്ങനെയാ നിന്നെ ആരും നോക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അത് കേൾക്കാതെയാണ് അവൻ എബ്രോഡൊക്കെ പോയത്. അങ്ങനെ ആ ഒരു കാര്യമൊക്കെ കാണിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ജോ ആണെങ്കിൽ മിങ്ങിനെ വെയിറ്റ് ചെയ്ത് വീട്ടിൽ ഇരിക്കുന്നതാണ്. ഈ ഒരു ടൈം മിങ് ഒരുപാട് ഡ്രിങ്ക് ചെയ്തിട്ടായിരുന്നു തിരിച്ച് വീട്ടിൽ വന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ മിങ്ങിൻ്റെ ഒരു കവർ ഉണ്ടായിരുന്നു. ആക്ച്വലി അവർ ആ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ ഇരുന്നപ്പോൾ തന്നെ നമ്മുടെ മിങ് ജോയുടെ അടുത്ത് നിനക്ക് തരാനായിട്ട് എൻ്റെ കയ്യിലൊരു ക്രിസ്മസ് ഗിഫ്റ്റ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞായിരുന്നു. ആ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്ന ടൈമിനായിരുന്നു നമ്മുടെ ടോങ്ങും മെയ്യും വന്നത്. അതുകൊണ്ട് അവനത് കൊടുക്കാൻ പറ്റിയില്ല. സോ ആ ഒരു ഗിഫ്റ്റിൻ്റെ കവറും ഇപ്പോൾ നമ്മുടെ മിങ്ങിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ മിങ്ങാണെങ്കിൽ കുടിച്ചിട്ട് വന്നതുകൊണ്ട് തന്നെ
ജോ ആണെങ്കിൽ അവനെ വീട്ടിൻ്റെ അകത്തേക്ക് കൊണ്ട് ഇരുത്താണ്. അങ്ങനെ ഇരുത്തിയതിന് ശേഷം നമ്മുടെ ജോ ആണെങ്കിൽ മിങ്ങിൻ്റെ കയ്യിലുണ്ടായിരുന്ന അവന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഗിഫ്റ്റ് എടുത്ത് നോക്കുന്ന ടൈമിന് നമ്മുടെ ജോ അന്ന് വേണമെന്ന് പറഞ്ഞ ആ ഒരു കപ്പിൾസിൻ്റെ കപ്പ് അതായിരുന്നു. അത് മിങ് വാങ്ങിച്ചിട്ട് ജോയ്ക്ക് കൊടുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു കപ്പ് കണ്ടിട്ട് ജോ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് മിങ്ങിൻ്റെ അടുത്ത് താങ്ക് യു സോ മച്ച്, ഇതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും ബെസ്റ്റ് ക്രിസ്മസ് ഗിഫ്റ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അത് പറഞ്ഞിട്ട് അവനിങ്ങനെ ആ ഒരു കപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ ടൈം നമ്മുടെ കുടിച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ മിങ്ങാണെങ്കിൽ എഴുന്നേറ്റ് വന്നിട്ട് നമ്മുടെ ജോയിനെ ബാക്കിൽ നിന്ന് ഹഗ് ചെയ്യാണ്. ഇതേ ടൈം നമ്മുടെ ജോ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുകയാണ്. പക്ഷേ ആ സമയം മിങ് ജോയിനെ അവൻ്റെ പേര് വിളിക്കുന്നതിന് പകരം ടോങ് എന്ന് വിളിച്ചിട്ട് അവനോട് സംസാരിക്കുകയാണ്. ടോങ്, നീ എന്താ എന്നെ ചൂസ് ചെയ്യാത്തെ, നീ എന്തുകൊണ്ട് എന്നെ സെലക്ട് ചെയ്തില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ ജോയ്ക്ക് മിങ്ങിന് ആക്ച്വലി ടോങ്ങിനാണ് ഇഷ്ടം. തന്നെ ഒരുപക്ഷെ മിങ് ഇപ്പോൾ കൂടെ നിർത്തിയിരിക്കുന്നത് ടോങ്ങിൻ്റെ സ്റ്റാൻഡിനായിരിക്കുന്നത് കൊണ്ടായിരിക്കാം, ടോങ്ങിന് പകരമായിട്ടായിരിക്കാം തന്നെ മിങ് കാണുന്നത് എന്നൊക്കെ ഇങ്ങനെ ജോയുടെ മൈൻഡിലേക്ക് വന്നിട്ട് നമ്മുടെ ടോങ്ങിൻ്റെ സ്റ്റാൻഡിനായിട്ട് നിന്ന പല സിറ്റുവേഷൻസും നമ്മുടെ ജോയുടെ മൈൻഡിലേക്ക് ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേസമയം വീണ്ടും മിങ്ങാണെങ്കിൽ നമ്മുടെ ജോയിനെ ടോങ് എന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം ജോയ്ക്ക് ഒരുപാട് വിഷമമായിട്ട് ഈ ഒരു കാര്യമൊക്കെ ആലോചിച്ചിട്ട് നമ്മുടെ ജോയുടെ കയ്യിലിരുന്ന ആ 2 കപ്പും താഴെ വീണ് പൊട്ടാണ്. അങ്ങനെ അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻജോയ് ആണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ഇട്ടായിരുന്നാലും ബൈ.